ഹൈ ട്രേഡേഴ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഇംബാലൻസ് എന്താണെന്നും ഇംബാലൻസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും നോക്കാം. ഓൾറെഡി ഞാനിവിടെ ഇത് വരച്ചു വെച്ചിട്ടുണ്ട്. ഇതൊരു ബിയറിഷ് മൂവ്മെന്റ് ആണ്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോയെ തേർഡ് ക്യാൻഡിലിന്റെ ഹൈ ടച്ച് ആയിട്ട് പോകുന്നു. അപ്പോൾ ഇവിടെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള ബിയറിഷ് മൂവ്മെന്റ് ആണ് നടന്നിട്ടിരിക്കുന്നത്. ഇവിടെയോ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോയെ തേർഡ് ക്യാൻഡിലിന്റെ ഹൈ ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ഇവിടെ ഫോം ആയിട്ടുണ്ട്. ഈ ഗ്യാപ്പിനെയാണ് നമ്മൾ ഇംബാലൻസ് എന്ന് പറയുന്നത്. ബുള്ളിഷ് മാർക്കറ്റിൽ ഈ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയെ തേർഡ് ക്യാൻഡിലിന്റെ ഹൈ ലോ ടച്ച് ആയിട്ടാണ് പോയിരിക്കുന്നത്. സോ ഇവിടെ ഒരു എഫിഷ്യന്റ് ആയിട്ടുള്ള മൂവ്മെന്റ് ആണ് നടന്നിട്ടിരിക്കുന്നത്. ഇവിടെയോ ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈയെ തേർഡ് ക്യാൻഡിലിന്റെ ലോ ഇത് തമ്മിൽ ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഗ്യാപ്പ് ഇവിടെ ഇംബാലൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. സപ്പോസ് ഇത് ഒരു 15 മിനിറ്റ്സ് ടൈം ഫ്രെയിം ആണെന്നുണ്ടെങ്കിൽ ഈ 15 മിനിറ്റ്സിന്റെ ലോവർ ടൈം ഫ്രെയിം, അതായത് ഒരു 3 മിനിറ്റ്സ് 1 മിനിറ്റ്സ് എല്ലാമേ ഇവിടെ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ഒരു ബുള്ളിഷ് മാർക്കറ്റ് നമുക്ക് കിട്ടും. ഇവിടെയോ ഒരു എക്സ്ട്രീം ആയിട്ടുള്ള ബിയറിഷ് മാർക്കറ്റ് കിട്ടും. ഈ മാർക്കറ്റ് കാണുമ്പോഴേ നമുക്കറിയാം എക്സസ് ആയിട്ടുള്ള സെല്ലേഴ്സ് മാർക്കറ്റിൽ എൻ്റർ ആയിട്ടുണ്ടെന്ന്. ഇവിടെയോ എക്സസ് ആയിട്ടുള്ള ബയേഴ്സ് മാർക്കറ്റിലുണ്ടെന്ന് അറിയാം. ഒരു റീറ്റെയിൽ ട്രേഡറിന് ഒരിക്കലും ഇതുപോലെയുള്ള വലിയ ക്യാൻഡിലുകൾ മാർക്കറ്റിൽ പ്രിന്റ് ചെയ്യാൻ പറ്റില്ല. ഇങ്ങനെയുള്ള വലിയ ക്യാൻഡിലുകൾ മാർക്കറ്റിൽ വന്നാലേ അവിടെ ഇൻസ്റ്റിറ്റ്യൂഷൻ എൻ്റർ ആയിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇൻസ്റ്റിറ്റ്യൂഷൻ എപ്പോഴും മാർക്കറ്റിന്റെ ഒരു പ്രൊഡക്റ്റിന്റെ ഹയർ പ്രൈസിൽ സെല്ല് ചെയ്യുകയും ലോവർ പ്രൈസിൽ ബൈ ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷന്റെ കൂടെ നിന്ന് നമ്മൾ ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സക്സസ് ട്രേഡ് നിറയെ കിട്ടും. ഇനിയും ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ, അതായത് ഒരു ഇംബാലൻസ് നോക്കുമ്പം നമുക്ക് വാലിഡ് ആയിട്ടുള്ള രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു മൂവ്മെന്റ് ഉള്ള ഒരു ക്യാൻഡിൽ ആയിരിക്കണം. രണ്ടാമത്തത്, ഒരു ബുള്ളിഷ് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം സെക്കൻഡ് ക്യാൻഡിലിന്റെ ഹൈ തേർഡ് ക്യാൻഡിലിന്റെ ലോ ഇത് രണ്ടും ചേർന്നായിരിക്കണം ക്ലോസ് ആയിരിക്കുന്നത്. ഇവിടെയോ സെക്കൻഡ് ക്യാൻഡിലിന്റെ ലോവ് തേർഡ് ക്യാൻഡിലിന്റെ ഹൈയും ചേർന്നായിരിക്കണം ഇരിക്കുന്നത്. ഇത് തമ്മിൽ ചേർന്നായിരിക്കണം ക്ലോസ് ആയിരിക്കേണ്ടത്. ഇനി മാർക്കറ്റിൽ എങ്ങനെ ഇംബാലൻസ് എവിടെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അതിന് ഫസ്റ്റ് മാർക്കറ്റിൽ ഒരു സ്ട്രെങ്ത് ആയിട്ട് പോയിട്ടുള്ള ക്യാൻഡിലുകൾ നോക്കുക. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ബിയറിഷ് മാർക്കറ്റ് ഇംബാലൻസ് ഉണ്ട്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോവിനെ തേർഡ് ക്യാൻഡിലിന്റെ ഹൈയും തമ്മിലൊരു ഗ്യാപ്പ് ഉണ്ട്. ഇവിടെ ഒരു ബിയറിഷ് ഇംബാലൻസ് മാർക്കറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടോട്ട് വരികയാണെങ്കിലോ എഗെയിൻ ഈ ഒരു ബിയറിഷ് ഇംബാലൻസ് ആണ്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ലോ തേർഡ് ക്യാൻഡിലിന്റെ ഹൈ. ഇവിടെ ഈ ഇംബാലൻസിനെ മാർക്കറ്റ് ക്ലിയർ ആയിട്ട് എടുത്തിട്ടാണ് പോയിരിക്കുന്നത്. അതും ഈ ഇംബാലൻസ് വന്നിട്ട് ഒരു റെസിസ്റ്റൻസിനോട് ചേർന്ന് വന്നിട്ടുണ്ട്. ഇത് വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റെസിസ്റ്റൻസ്, ഈ റെസിസ്റ്റൻസിനോട് ചേർന്നിട്ടാണ് ഈ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ആയിരിക്കുന്നത്. അതുകൊണ്ട് മാർക്കറ്റ് താഴേന്ന് മേലെ ഏറി വന്നു, അതിന്റെ ഓർഡറുകൾ എടുത്തിട്ട് അങ്ങനെ ഫോൾ ആയി. സോ ഇതൊരു എഫിഷ്യന്റ് ആയിട്ടുള്ള ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു നമുക്ക്. ഇംബാലൻസിനോട് ചേർത്ത് വേറെ സ്ട്രാറ്റജി നമ്മൾ ആഡ് ചെയ്ത് നമുക്ക് നിറയെ ട്രേഡ് എടുക്കാവുന്നതാണ്. ഇതേപോലെ തന്നെ ഇത് എഫിഷ്യന്റ് ആയിട്ട് മൂവ് ആയിക്കൊണ്ടിരിക്കുന്ന മാർക്കറ്റാണ്. ഫസ്റ്റ് ഇവിടെ ഒരു ഗ്യാപ്പ് ഇല്ലാതെ മാർക്കറ്റ് മൂവ് ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് എഫിഷ്യന്റ് ആയിട്ട് മാർക്കറ്റ് മൂവ് ആകുന്നെന്നാണ് അതിന്റെ അർത്ഥം. ഇവിടെ ഒരു ഇംബാലൻസ് ഉണ്ട്. ഫസ്റ്റ് ക്യാൻഡിലിന്റെ ഹൈ തേർഡ് ക്യാൻഡിലിന്റെ ലോ ഇതൊരു ബിയറിഷ് ഇംബാലൻസ് ആണ്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.